വെൽക്കം ബാക്ക് ടു കനേഡിയൻ ഡയറീസ് വിത്ത് നീതു. ഇത്തവണ വെൽക്കം ബാക്ക് പറയാൻ ഒരാളും കൂടിയും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇതെൻ്റെ ചേച്ചിയുടെ മോനാണ്. ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോനാണ്. ഞങ്ങളിവിടെ കാനഡയിൽ ഒണ്ടാരിയോയിലാണ്. അപ്പൂൻ്റെ ഫാമിലി, അതായത് എൻ്റെ വല്യമ്മയുടെ മോളെൻ്റെ ചേച്ചി സെറ്റിൽഡ് ആയിട്ടുള്ളത് കാൽഗറിയിലാണ്. അവരുടെ ഫാമിലി സെറ്റിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ അപ്പു മാത്രമാണ് ഇവിടെ ലണ്ടനിലുള്ള ഒരു കോളേജിൽ പഠിക്കുന്നത് കേട്ടോ. ഇത്തവണത്തെ വരവിനൊരു സ്പെഷ്യൽ ഉണ്ട്. സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല, മമ്മി 2 ദിവസം കഴിഞ്ഞാൽ പോവുകയാണ്. അപ്പോൾ മമ്മീനൊന്ന് കാണാനും യാത്ര കഴിക്കാനും പിന്നെ കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ കുട്ടി ഉച്ചയൂണ് കേട്ടോ. അപ്പം നമ്മൾ കഴിക്കാൻ പോവാണ്, നമ്മൾ മാവുണ്ടാൻ പോവാണ്. അപ്പൂനെ സംബന്ധിച്ചും ഇടയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഫാമിലി ഫീലാണ് അവന് കിട്ടുന്നതെന്നാണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞത്. എങ്ങനെയുണ്ട്? കാരണം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കൂടുന്നതും ഒരു രസമല്ലേ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പോഴും അങ്ങനെ എപ്പോഴും എല്ലാവരെയും കാണാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഞങ്ങൾ മാക്സിമം മുതലാക്കും. അങ്ങനെ 4 മണിയൊക്കെ ആയപ്പോൾ ഞാനിവിടെ ഇഞ്ചി ചായയുടെ കൂടെ അടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഗോതമ്പടയാണ്. ഇവിടെ നമുക്ക് ഇലയൊന്നും കിട്ടാത്ത കാരണം ഈ ഒരു പേപ്പറിലാണ് ഞാനിവിടെ അട സെറ്റ് ചെയ്യാറുള്ളത്. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ അടയ്ക്ക് ഇലയില്ല എന്നുള്ളതേ ഉള്ളൂ, ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് അരി അടയേക്കാളും ഇഷ്ടമാണ് ഗോതമ്പിൻ്റെ അട. കഴിഞ്ഞ പ്രാവശ്യം അപ്പു വന്നപ്പോഴും ഈ അട ഉണ്ടാക്കിയപ്പം അവന് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് 4 മണിക്കും ഇത് തന്നെ ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പുവിന് മാത്രമല്ല മമ്മിയുടെയും ഫേവറേറ്റ് ആണ് ഈ ഗോതമ്പട. ഞാനിങ്ങനെ ഇടയ്ക്ക് ഒരു സൈഡ് വേവുമ്പോൾ മറ്റേ സൈഡും കൂടി മറച്ചിട്ടിട്ട് ഒന്ന് കുറച്ച് നേരം കൂടി വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ ചായയും റെഡി. ഇഷ്ടമായോ? സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. എൻ്റെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് ഞാൻ ഒരാൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഒരാൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്നും ഇഷ്ടമായെങ്കിൽ ഇഷ്ടമാണെന്നും കേൾക്കാൻ തന്നെ ഒരു വലിയ സുഖമുള്ള കാര്യമാണ്. അപ്പോൾ അതിനങ്ങനെ കണ്ടാൽ മതി. അല്ലാണ്ട് ഞാൻ ആരെയും നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഇഷ്ടമാണ് എന്ന് പറയിപ്പിക്കുന്നതല്ല. ഇനി ആരും അങ്ങനെ വിചാരിക്കല്ലേ. അപ്പൂസേ എങ്ങനെയുണ്ട്? വെറുതെ പറയാ. താങ്ക് യു. വൈകിട്ടൊരു ചേഞ്ചിന് ഡിന്നറിന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പെണ്ണിൻ്റെ ശബ്ദം കേട്ടില്ലേ, അവളെ ഉറക്കി കിടത്തിയിട്ട് വൈകിട്ടൊരു മൂവി നൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മമ്മൂക്കാൻ്റെ കളങ്കാവല സിനിമയാണ് കണ്ടത്. ശരിക്കും ഇന്നത്തെ ദിവസം ഭയങ്കര രസമായിരുന്നു. കാരണം അപ്പം വന്നപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി ഹാപ്പിയായി. മമ്മി ഹാപ്പി ആയിന്നല്ല, അപ്പു ഞങ്ങളെ ഹാപ്പി ആക്കി. നമ്മളെ ഒരാൾക്ക് ഹാപ്പി ആക്കാൻ പറ്റുന്നത് എത്ര മനോഹരമായിട്ടുള്ള കാര്യമല്ലേ. ഇത് കാണുമ്പോൾ നിങ്ങളും ഹാപ്പിയാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും.